ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോളൂ. അവരുടെ ഒന്നും ഉത്തരവാദിത്വം പറഞ്ഞ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ, നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും സന്തോഷമുണ്ട്. കിച്ചു തന്നെയാണ് അതിന്റെ യഥാർത്ഥ അവകാശി. കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിന്റെ ആ വീടിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പേഴ്സണലി ഞങ്ങളല്ല പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ഹലോ, കിച്ചുവിനും റിദ്ധപ്പനും കൊടുത്ത വീട്, അതായത് രേണുസുതിയും രേണുസുതിയുടെ അച്ഛനും അമ്മയും ഇപ്പം താമസിക്കുന്ന വീടിനെ കുറിച്ചിട്ട് രേണുസുതിക്ക് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. വീട് ചോരുന്നു, അവരതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്ത് തരുന്നില്ല, വീട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, അങ്ങനെ തുടങ്ങി കുറേ കംപ്ലയിൻറ്റ്സ്. അവരത് എടുത്തിട്ടത് സോഷ്യൽ മീഡിയയിലാണ്. അതിനെക്കുറിച്ചിട്ട് ഒരുപാട് വിവാദങ്ങൾ ആ സമയത്ത് ഉണ്ടായതുമാണ്. ഇപ്പോൾ കിച്ചു ഈ ഒരു കാര്യത്തെക്കുറിച്ച് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് അതൊന്ന് കേൾക്കാം. ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. ഞാനായിട്ട് ഇതെവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ഫിറോസിക്കയും തമ്മിലൊരു പ്രശ്നവുമില്ല. ഞങ്ങളിപ്പോഴും തമ്മിൽ സംസാരിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. കിച്ചു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് എല്ലാ പ്രശ്നങ്ങളും മൊത്തം ഉണ്ടാക്കി ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ്, അങ്ങേരുടെ ബിസിനസ് ലൈഫ്, എല്ലാത്തിനെയും ഇത്രയും നെഗറ്റീവായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് രേണുസുതിയാണ്. ഇനി രേണുസുതി എന്തോന്ന് പറയും? എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിൽ. നല്ലൊരു വീടാണെന്ന്. ആ വീടിൻ്റെ അവകാശി എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന കിച്ചുവും അവൻ്റെ അനിയൻ റിദ്ധപ്പനുമാണ്. രേണുസുതിക്ക് ആ വീടിന് ഒരു അവകാശവും ഇല്ല. എന്നിട്ടും രേണുസുതി ഈ വന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം രേണുസുതിക്ക് എന്ത് അവകാശമുണ്ട്? ഫിറോസ് പല വീഡിയോസിലും വന്ന് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ആ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, വൃത്തിയായിട്ട് നോക്കുന്നില്ല, അതിൻ്റെ പ്രശ്നമാണ് ഈ കാണുന്നത്. ആ വീടിൻ്റെ ടോയ്ലറ്റിലൊന്നും കയറി നോക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ളത് പല ടൈമിൽ പല വീഡിയോസിൽ ഫിറോസ് വന്ന് പറഞ്ഞിട്ടുണ്ട്. കിച്ചു ആ വീട്ടിൽ പോയ സമയത്ത് അവനെടുത്തൊരു വീഡിയോ, ആ വീഡിയോയിൽ ആ വീടിൻ്റെ അവസ്ഥ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും കുറ്റം മൊത്തം ആ വീടുണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക്, സ്ഥലം കൊടുത്ത ആൾക്കാർക്ക് ഉളപ്പ് വേണം. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോളൂ. അവരുടെ ഒന്നും ഉത്തരവാദിത്വം പറഞ്ഞ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ, നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും. വീടില്ലാത്ത സമയത്ത് വീട് തന്നത് നല്ലൊരു കാര്യം. ആ വീടിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഇത് തന്നെയാണ് ജനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വീട് അവർ നിങ്ങൾക്ക് വച്ച് തന്നെന്ന് പറഞ്ഞിട്ട് ആ വീടിന് എന്ത് മെയിൻ്റെനൻസ് വന്നാലും ജീവിതകാലം മുഴുവനും ആ വീട് വെച്ച് തന്നവർ നോക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഈവൻ ഒരു ബൾബ് ഫ്യൂസായാൽ പോലും ഇവരെ കൊണ്ടുവന്ന് മാറ്റി വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത് തെണ്ടിത്തരമാണ്. ആ തെണ്ടിത്തരമാണ് തങ്കച്ചനും തങ്കച്ചൻ്റെ മോളും ആ വീട്ടിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും, ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമല്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്നത് നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി രേണുസുതി എന്ത് പറയും? വായ അടഞ്ഞല്ല, നല്ല വൃത്തിക്ക് സിബിട്ട് അടച്ച് വെക്കാനുള്ള സിറ്റുവേഷനിൽ വന്ന് എത്തി നിന്നല്ലോ. കിച്ചു പറഞ്ഞതാണ് കാര്യം, അതാണ് ശരിക്കും ചെയ്യേണ്ടതും, അതാണ് വാസ്തവവും. ഇനി ഇതിന് എന്ത് പറയും? അതോ കിച്ചുവിനെ വിളിച്ചിട്ട് നീ എന്തുവാണ് അങ്ങനെ പറയുന്നത് പറ, ആ ചെറുക്കനെ പേടിപ്പിക്കുമോ? അല്ല, രേണുസുതിയുടെ സ്വഭാവം വെച്ചിട്ട് അവനെ വിളിച്ചുള്ള തെറി മൊത്തം ഈ സമയം കൊണ്ട് രേണുസുതി വിളിച്ച് കാണും. നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്.
രേണുസുതി എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു, കിച്ചു പഠിക്കാനുള്ളതുകൊണ്ടാണ് കൊല്ലത്ത് പോയി നിൽക്കുന്നത്. അതിനുള്ള ഉത്തരവ് ഇവിടെയായി. അവൻ ഇവിടെ നിൽക്കാൻ കംഫർട്ടല്ല, അതുകൊണ്ടാണ് അവൻ കൊല്ലത്ത് പോയി നിൽക്കുന്നത്, അച്ഛൻ്റെ വീട്ടിൽ. സജീന ബ്ലോഗ്സ് പിന്നെ ശാരിക ഒക്കെ ആൾക്കാർ വന്നിട്ട് ആ വീടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീടിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വീട് കൈ കിട്ടിയിട്ട് അത് വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടല്ലെങ്കിൽ ഇതല്ല അതിൻ്റെ അപ്പുറവും കാണും. എനിക്കറിയാം അത്. കാരണം നമ്മളൊരു വീട്, അതിപ്പോൾ വാടകയ്ക്ക് എടുത്തതാണെങ്കിലും സ്വന്തമായിട്ടുള്ളതാണെങ്കിലും ആ വീട് കൊണ്ടുപോയി ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകും. അതിപ്പോൾ ഏതൊരു വസ്തുവും നമ്മൾ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നശിച്ചു പോകും. അതിന് വീട് വെച്ച ആൾക്കാരല്ല കുറ്റം പറയേണ്ടത്, ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് കുറ്റം പറയേണ്ടത്. ഇത് കിച്ചു ഒരു 2 days മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടൊരു വീഡിയോ ആയിരുന്നു. കിച്ചു തന്നെയാണ് എനിക്കിതിൻ്റെ ലിങ്ക് അയച്ചു തന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ രേണുസുതിയും അതേപോലെ തന്നെ അവരുടെ അച്ഛൻ തങ്കച്ചനൊക്കെ നിരന്തരമായിട്ട് നമുക്കെതിരെ പല സമയങ്ങളിലും വീട് അങ്ങനെ വീട് ഇങ്ങനെ അത് ഇത് മറ്റേ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഉന്നയിക്കുമ്പോഴും ഓരോ സമയത്ത് ഓരോ അലിഗേഷൻസ് വരുന്ന സമയത്ത് ഞാൻ കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കിച്ചു, നിനക്ക് വീടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ എന്തെങ്കിലും പറയാനുണ്ടോ? കിച്ചു പറയില്ലേക്ക, ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണെന്ന് പറയും. അപ്പം ഞാൻ കിച്ചുവിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു, കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിന്റെ മുന്നിലൊന്ന് പറ. പബ്ലിക്കിന്റെ മുന്നിൽ ഞങ്ങളെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണുവും കൂടെ. നീ എപ്പോഴെങ്കിലും ഇത് പബ്ലിക്കിന്റെ മുന്നിലിട്ട് പറ. ഞങ്ങൾക്ക് തന്ന, എനിക്ക് കിട്ടിയ വീടിന്, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയനും കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ, നീ എണ്ണി പറയാം. നീയാണ് അതിന് ഏറ്റവും പബ്ലിക്കിന്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയാ അർഹതയുള്ള ഒരാൾ. കാരണം വെച്ചാൽ നിനക്കും നിന്റെ അനിയനാണ് ഞങ്ങൾ വീട് തന്നിരിക്കുന്നത്. നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നിനക്ക് വേണമെന്ന് തോന്നുന്നത്, നീ എന്നെ വിളിച്ചോ, ഞാനത് ചെയ്തു തരും. എൻ്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ആരില്ലെങ്കിൽ പോലും ഞാനത് ചെയ്തു തരും. കാരണം വെച്ചാൽ മുന്നേ എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ വരെയുള്ളത് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ ആൾക്കാർ വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് പോവുമായിരുന്നു, പാർട്ടായിട്ട്. അപ്പൊ എൻ്റെത് സ്ട്രക്ചർ വരായിരുന്നു, പക്ഷെ എൻ്റെ ഓൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലായി. അതിൻ്റെ നല്ല സൽപ്പേരാണെങ്കിലും ചീത്തപ്പേരാണെങ്കിലും എൻ്റെ തലയിൽ തന്നെയാണ് വന്നുപോയത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പോയിട്ടില്ല. എന്താ വെച്ചാൽ ആൾക്കാരെ ഒന്നും അറിയാതെ കുറെ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ വരും, അങ്ങനെ വരും ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്താണ്. പക്ഷെ റീസെന്റ് 2 days ബിഫോർ ആണ് കിച്ചു എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചത്. എനിക്ക് ഭയങ്കര ഹാപ്പി. എന്ന് വെച്ചാൽ കിച്ചുവാണ് അതിന്റെ യഥാർത്ഥ അവകാശി. അവിടെ ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ശാരികയോ അല്ലെങ്കിൽ മറ്റു തങ്കച്ചനോ അല്ലെങ്കിൽ അവരൊന്നും അല്ല അവകാശി. കിച്ചുവിന്റെ അനിയനാണ്. അവർ രണ്ടുപേരുമാണ് അവിടെ താമസിക്കേണ്ടതും. അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞു കയറി വന്നിട്ട് കുറെ എണ്ണം അവിടെ കിടന്ന് താമസിക്കുന്നുണ്ട്. സത്യമാണ്, വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്ന കുറേ എണ്ണങ്ങൾ, അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ കയ്യിൽ കുറേ പൈസയൊക്കെ വന്നില്ലേ, പുതിയ വീടൊക്കെ മേടിച്ചിട്ട് പൊക്കോ രേണുസുതി. എന്തിനാ വെറുതെ ആ ഇരിക്കുന്ന അച്ഛന് കള്ളം കുടിച്ച് അലമ്പുണ്ടാക്കി അങ്ങയുടെ സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ട്, അതുപോലെ ഫിറോസിൻ്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആ വീട്ടിൽ നിൽക്കണ്ട, ഇറങ്ങി പൊക്കോ. അച്ഛനോട് തോന്നാനുള്ള വൈരാഗ്യത്തിൻ്റെ കാര്യം ഷെഫീന പറയുന്നുണ്ടായിരുന്നു. അവരവിടെ വെള്ളം അടിച്ച് അലമ്പാണ്. അത് സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം അച്ഛൻ വിളിച്ചിട്ട് ഒന്ന് ഇത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് രേണുസുതിക്ക് നമ്മുടെ വിശപ്പിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നത്. കാരണം അവരുടെ തോന്നിയവാസം അവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. ആരും അവിടെ പിടിച്ച് നിർബന്ധിച്ച് നിർത്താനൊന്നും പോകുന്നില്ല. ശരിയെന്നാ.